കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ. ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ആ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. എടോ തന്നെ വിളിച്ചോ ഞാൻ? ശരി ഓക്കെ. ആ കാരണം അയാൾ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലും പിടിപ്പിക്കണം. കാരണം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ്. ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ്. അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എൻ്റെ പാർട്ണറാണെങ്കിലും നമ്മളെല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മളെല്ലാവരും ഇത്രയും കാത്തുന്ന ആളില്ലല്ലോ. ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു, ഞാൻ കോഴിക്കോട് വരുന്നു. ഇതൊരു 100-500 തവണ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട്.